ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലബാറിന്റെ ട്രഡീഷണൽ റൈസ് ആയിട്ടുള്ള ഇറച്ചിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ. ഇത് തയ്യാറാക്കാൻ നല്ല എളുപ്പം തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ബിരിയാണിയുടെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ബിരിയാണിയുടെ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഇറച്ചി ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എണ്ണ താല്പര്യമില്ല, അതായത് നെയ്യാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. എനിക്കിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം മാത്രമാണ് ഞാൻ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ടിയും അതുപോലെ 2 ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 ഏലക്കായും അതുപോലെ 3 ഗ്രാമ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഹോൾ സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇറച്ചിച്ചോറ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. പിന്നെ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർക്കരുത് കേട്ടോ, അപ്പോഴും ഇറച്ചിച്ചോറ് ടേസ്റ്റി ആയിട്ട് വരില്ല. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഉപ്പും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊരു അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെയാണ് ഇതുപോലുള്ള നാടൻ ഐറ്റംസിനൊക്കെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. അതോടൊപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. അപ്പോഴായിരിക്കും ഇറച്ചിച്ചോറൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പം കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടിയുടെ കാര്യം നേരത്തെ പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തതും അതുപോലെ ഇത് ഇളക്കി കൊടുക്കണതും ഉണ്ടാ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ ഒരു റോസ് സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ നന്നായിട്ട് പഴുത്ത തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാനിനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കണത്. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വന്നോട്ടെ. ഇപ്പം കണ്ടില്ലേ, തക്കാളി നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർക്കണത്. ഇതിപ്പോൾ ചെറുതായിട്ട് പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരല്ല. ഒരുപാട് പുളിയുള്ള തൈരാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണത്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പിടി മല്ലിയിലയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നല്ല എന്താ പറയുക ഫ്ലേവറോട് കൂടി ഈ ഒരു ഇറച്ചിച്ചോറ് വരിക.
കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചിക്കൻ ഉപയോഗിച്ചിട്ടും അതുപോലെ ബീഫ് ഉപയോഗിച്ചിട്ടോ മട്ടൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം ട്ടോ. ഇപ്പോൾ ബീഫൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിലൊക്കെ ബീഫ് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ചിക്കനായ കാരണമാണ് ഇതുപോലെ ഞാൻ കടായിൽ കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. ഇപ്പോൾ 1/2 കിലോ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ പറയണത്. ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. മീഡിയം അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിരിക്കും ഇതിനൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് വരിക ഒരുപാട് വലിയ പീസസിനേക്കാളും. ഇനി ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിതിപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ കുക്കായിട്ട് വരിക. അപ്പോൾ ഒരുപാട് വേവുള്ള ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു 15 മിനിറ്റ് ഒക്കെ മതി, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ വരും കേട്ടോ. ഇനി പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പുതിനയില വളരെ കുറച്ച് അളവിൽ മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നേരത്തെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ചിക്കൻ്റെ കുക്കിംഗ് ടൈം നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് എന്തായാലും വ്യത്യാസം വരും. കണ്ടില്ലേ ഞാൻ അരി നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിലിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞാൻ തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേവി ഒന്ന് വറ്റി വന്നോളും. ഈ ഗ്രേവി ഇതുപോലെ ഇരിക്കുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മസാലയൊന്നും നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുത്തൊന്നും കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും ഇറച്ചി ചോറിന് ടേസ്റ്റ് കൊടുക്കുക. അതുപോലെ നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും പിന്നെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ചെയ്യാനും അത് തന്നെയാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്കായിട്ട് വന്നോട്ടെ കേട്ടോ. പക്ഷെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോരുത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് അളവിൽ നാരങ്ങ നീര് ഒഴിക്കരുത്. പുളി കൂടിപ്പോയാലും ഈ ഒരു റൈസൊന്നും അത്ര ടേസ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് ഞാനിനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർക്കണ്ട. കാരണം നമ്മൾ നേരത്തെ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിരുന്നതാണല്ലോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഇത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് എടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തത് ആ സെയിം കപ്പിൽ അല്ലെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഇനി ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് കുതിർത്തിയെടുത്തതിന് ശേഷം ഊറ്റിയെടുത്ത റൈസും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ അരിയാണെന്നുണ്ടെങ്കിലും പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ. ഇത്രയൊക്കെ തന്നെ മതി.
ഇപ്പൊ കണ്ടില്ലേ റൈസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റൈസ് ഒന്നും കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. ഇപ്പം കണ്ടില്ലേ, ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. മുഴുവനായിട്ട് വെള്ളമൊന്നും വറ്റി വന്നിട്ടുമില്ല. അതുപോലെ റൈസ് ഒരു 3/4 ഭാഗത്തോളം തന്നെയാണ് കുക്കായിട്ട് വന്നിട്ടുള്ളൂ. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇറച്ചിച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെപ്പോഴും ഇളക്കി കൊടുത്താലും റൈസൊക്കെ എന്താ പറയുക ഉടഞ്ഞു വരാനും, അതുപോലെ ചിക്കൻ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ വെന്ത് എന്താ പറയുക ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ, ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ. തുറന്ന് നോക്കിയതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ പീസസ് പിന്നെ നേരത്തെ തന്നെ കുക്കായിട്ടുണ്ടായിരുന്നല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനിതിപ്പോൾ ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്നത് അടച്ച് വെക്കുകയാണ്. ഒരു 15 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒന്നും കൂടിയും ഡ്രൈ ആയിട്ട് വന്നോളൂ കേട്ടോ. ഇനിയും നമ്മളിതിപ്പോൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടാറി കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും, ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേ. ഇപ്പം നമ്മുടെ റൈസ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു റൈസ് തന്നെയാണ് ഇത്. ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല നാടൻ ടേസ്റ്റോട് കൂടിയൊരു റൈസ് തന്നെയാണ് കേട്ടത്. ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന റൈത്ത, അല്ലെങ്കിൽ ബിരിയാണി ചമ്മന്തി, ലെമൺ പിക്കിള്, അതൊക്കെ ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ കൂടി നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു റൈസ് നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു റൈസ് തന്നെയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഈ ഒരു റൈസ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഈ ഒരു റൈസ് കഴിക്കുന്ന സമയത്ത് വാഴയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ വിളമ്പണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വരും കേട്ടോ. ആ വാഴയിലയുടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴേ. ഇപ്പം എൻ്റെ കയ്യിൽ വാഴയില ഇവിടെ. അപ്പം നമ്മുടെ മലബാറിൻ്റെ സ്വന്തം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടി ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു